ഇന്നൊരു വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വീഡിയോ ഐ വിൽ ടെൽ സംതിങ് റിയലി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സാധാരണ ആയിട്ടുള്ള ആൾക്കാർ വി കോപ്പി ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ഹൂം വി തിങ്ക് ആസ് സുപ്പീരിയർ. നമുക്ക് വളരെ സുപ്പീരിയർ ആയിട്ട് തോന്നുന്ന ആൾക്കാരുടെ ഹാബിറ്റ്സും അവൻ്റെ ഹെയർ സ്റ്റൈലാവാം, അവൻ്റെ സ്റ്റൈലാവാം, അവൻ്റെ രീതികൾ നമ്മൾ മാക്സിമം കോപ്പി ചെയ്യാൻ നോക്കും. വൈ? ബിക്കോസ് വി കൺസിഡർ ദം ആസ് ഇൻസ്പിറേഷണൽ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം മമ്മൂട്ടി മോഹൻലാലിൻ്റെ സ്റ്റൈൽ, അവൻ്റെ ഷൂസ്, അവൻ്റെ കാർ കളക്ഷൻ. അപ്പോൾ ലോവർ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ആൾക്കാർ ദേ വുഡ് ട്രൈ ടു കോപ്പി ദ പീപ്പിൾ ഹൂം ദേ തിങ്ക് ആസ് സുപ്പീരിയർ. എല്ലാവർക്കും ഓരോ ആൾക്കാരായിരിക്കും സുപ്പീരിയർ. ചില ആൾക്കാർക്ക് മമ്മൂട്ടി മോഹൻലാലിൻ്റെ സ്റ്റൈലായിരിക്കും ഇഷ്ടം, വേറൊരാൾക്ക് ഷാറുഖ് ഖാൻ്റെ സ്റ്റൈലായിരിക്കും ഇഷ്ടം. ഇറ്റ് ഡിപ്പെൻഡ്സ്. പക്ഷേ നമുക്ക് സുപ്പീരിയർ ആയിട്ട് തോന്നുന്ന ആൾക്കാരുടെ ഹാബിറ്റ്സ് ലോവർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ദേ ട്രൈ ടു ഫോളോ ഇറ്റ്. ഇപ്പം ഇത് ഒരു പൊളിറ്റിക്കൽ തിയറിനകത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, സംസ്കൃതൈസേഷൻ. എൻ ശ്രീനിവാസൻ പുള്ളിക്കാരൻ ഒരു തിങ്കറാണ്. ഹീ ഇൻട്രൊഡ്യൂസ് ദിസ് കോൺസെപ്റ്റ്, സംസ്കൃതൈസേഷൻ. സോ അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ കാസ്റ്റ് ഭയങ്കര ഡോമിനൻ്റ് ആയിരുന്നു. കാസ്റ്റ് എന്ന് വെച്ചാൽ ഡിവൈഡിങ് ദ സൊസൈറ്റി ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. കാസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ബർത്ത്. ഒറിജിനലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാസ്റ്റ് വാസ് സപ്പോസ് ടു ബി ഓൺ മെറിറ്റ്. പക്ഷേ ഇപ്പോഴും കാസ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ബർത്ത്. അപ്പോൾ അന്നത്തെ കാലത്ത് ലോവർ കാസ്റ്റ്, ഡോമിനൻ്റ് കാസ്റ്റ് എന്ത് ചെയ്താലും ദേ യൂസ് ടു ഫോളോ. ഫോർ എക്സാമ്പിൾ അന്നത്തെ കാലത്ത് ബ്രാഹ്മിൻസ് ചെയ്യുന്ന പ്രവൃത്തികൾ ബാക്കിയുള്ള കാസ്റ്റുകൾ ചെയ്യുമായിരുന്നു. വൈ? ബിക്കോസ് അവർക്കൊരു സ്റ്റേറ്റസും അവർക്കൊരു ഡിഗ്നിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ദേ യൂസ് ടു ഫോളോ ഇറ്റ്. അപ്പോൾ ബേസിക്കലി വി വർ മിമിക്കിങ് ദി അപ്പർ കാസ്റ്റ്. അപ്പോൾ ഈ മിമിക്കിംഗ് ഓഫ് അപ്പർ കാസ്റ്റ് ഇവർക്ക് അറിയാമായിരുന്നു ഇന്ത്യൻ സൊസൈറ്റിയിലും. പിന്നെ വരുന്ന ആൾക്കാർ ലൈക്ക് ബ്രിട്ടീഷ് ന്യൂ ദാറ്റ് ലോവർ കാസ്റ്റ് വുഡ് മിമിക് അപ്പർ കാസ്റ്റ്. അതുകൊണ്ട് അവർ എഡ്യൂക്കേഷണൽ റിഫോംസും കാര്യങ്ങളെല്ലാം നടത്തി. സോ ദാറ്റ് അപ്പർ കാസ്റ്റ് പഠിക്കുന്നത് കണ്ടിട്ടെങ്കിലും ലോവർ കാസ്റ്റ് മിമിക് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ യൂസ് ടു ഇൻട്രൊഡ്യൂസ് മെനി റിഫോംസ്. പക്ഷേ ഇതിനകത്തുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസുണ്ട്. നമുക്കറിയാം സതി എന്താണ്. സതി എന്ന് പറയുമ്പം ബേസിക്കലി ഒരു ഹസ്ബൻഡ് മരിക്കുമ്പം ദ വുമൻ ഹാസ് ടു ഡൈ. ഓക്കെ, അപ്പം ഫയറിലോട്ട് നമ്മളും കൂടി ചാടണം. ബിക്കോസ് വുമൻ വാസ് കൺസിഡേർഡ് ആസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് വുമനും ചാടണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ സതി എന്തുകൊണ്ടാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ബംഗാളിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലോ ഉണ്ട്, ദയാഭാഗ ലോ. അപ്പം ഹിന്ദു ലോ അനുസരിച്ച് 2 ടൈപ്പ് ഓഫ് ലോ എക്സിസ്റ്റഡ്, മിതാക്ഷര ലോ ആൻഡ് ദയാഭാഗ ലോ. അപ്പോൾ ഈ ദയാഭാഗ ലോ എന്ന് വെച്ചാൽ ഭയങ്കര പ്രോഗ്രസീവും ഭയങ്കര ലിബറലായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഫോളോഡ് ഇൻ ബംഗാൾ. സോ അന്നത്തെ കാലത്ത് ബംഗാൾ എന്ന് വെച്ചാൽ ടാഗോർ അങ്ങനെ ഹബ് ഓഫ് നാഷണലിസം ആയിരുന്നു. അപ്പോൾ ബംഗാളിൽ എന്ത് നടന്നാലും ഇറ്റ് വുഡ് ക്രിയേറ്റ് ഹിസ്റ്ററി എന്നുള്ള ഒരു രീതിയിലായിരുന്നു ബംഗാളിൻ്റെ നാഷണലിസം. സോ ബംഗാളിൽ ഈ ഒരു പെർട്ടിക്കുലർ ലോ ഉണ്ടായിരുന്നു. അപ്പോൾ ദയാഭാഗ ലോ അനുസരിച്ച് വുമന് പ്രോപ്പർട്ടി കിട്ടാം ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഹസ്ബൻഡ്. സോ ദിസ് വാസ് എ വെരി ലിബറൽ ലോ. അപ്പം ഇങ്ങനൊരു പ്രാക്ടീസ് മിക്ക ആൾക്കാർക്കും ഒഴിവാക്കണം. ബിക്കോസ് ഇന്ത്യ ഒരു പെട്രിയാർക്കൽ സൊസൈറ്റി ഇപ്പോഴുമാണ്. ബട്ട് പണ്ട് കാലത്ത് കുറച്ചുകൂടെ പെട്രിയാർക്കി കുറച്ചുകൂടെ ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ ദേ ഡിഡ്ന്റ് വാണ്ട് ദ വുമൻ ടു ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടി. ബിക്കോസ് വുമനെ ഭയങ്കര ഒരു സബ് സ്റ്റാൻഡേർഡ് ആയിട്ടായിരുന്നു അന്നത്തെ മെൻ കണ്ടിരുന്നത്. അപ്പം ഈ ഒരു പ്രാക്ടീസ് അവർക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ദേ ഇൻട്രൊഡ്യൂസ്ഡ് സതി. അവർക്കറിയായിരുന്നു ദാറ്റ് ബംഗാളിൽ ഇഫ് ഈ ദയാഭാഗ ലോ ഇസ് ഫോളോഡ്, ഇഫ് വുമൻ വേർ ടു ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടി, ബാക്കിയുള്ള എല്ലാ റീജൻസും വുഡ് ഫോളോ. ദാറ്റ് ഈസ് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്താലും ലോവർ കാസ്റ്റ് വുഡ് ഫോളോ. അപ്പോൾ അവർ വിചാരിച്ചു ഈ പ്രാക്ടീസ് നമുക്ക് മാറ്റിയിട്ട് വി ക്യാൻ ഇൻട്രൊഡ്യൂസ് സതി. നല്ലൊരു പ്രാക്ടീസ് അല്ലേ, ഒരു ഹസ്ബൻഡ് മരിക്കുമ്പം വുമനും ഇല്ലാതാക്കാം. അപ്പം ഈ ഒരു പ്രാക്ടീസ് കുറേ നാൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബംഗാളിൽ ഇങ്ങനെ ഒരു സതി പ്രാക്ടീസ് വെരി ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ റീജൻസ് ദേ യൂസ് ടു ഫോളോ ദിസ് പ്രാക്ടീസ്. ബിക്കോസ് ലൈക്ക് ഐ സെഡ് ലോവർ കാസ്റ്റ് വുഡ് മിമിക് ദി ഡോമിനൻ്റ് കാസ്റ്റ്. അങ്ങനെയാണ് രാജാ റാംമോഹൻ റോയ് കയറി വരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഗവർണർ ജനറൽ ആയിട്ടുള്ള വില്യം ബെൻറ്റിക്കിനടുത്ത് പറഞ്ഞു ഈ ഒരു പ്രാക്ടീസ് വേണ്ട, മനുസ്മൃതിയിൽ പോലും ഈ ഒരു പ്രാക്ടീസ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രാക്ടീസ് എടുത്ത് കളഞ്ഞു. അങ്ങനെയാണ് സതി അബോളിഷ് ചെയ്യുന്നത്.
പക്ഷേ വൺ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് രാജാ റാംമോഹൻ റോയ് എന്തുകൊണ്ടാണ് ഈ സതി അബോളിഷ് ചെയ്തതെന്ന് വെച്ചാൽ നോട്ട് ബിക്കോസ് ഹി വോണ്ടഡ് വുമനെ ലിബറേറ്റ് ആക്കണം എന്നുണ്ടെങ്കിലും പുള്ളിക്കാരനൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഹീ ലവ്ഡ് ഹിസ് ബ്രദേഴ്സ് വൈഫ്. So that was something interesting. So this is something that I wanted to share, and thank you so much for listening.